ബാങ്കിൽ നമ്മളോട് ഒരു പാർട്ടി ഇവിടെ വന്നിട്ട് പറഞ്ഞു നിങ്ങളെ ബാങ്ക് പിന്നെ ജപ്തി നടപടിയാണ്, അതിനുമ്പ് നിങ്ങൾ കുറച്ച് പൈസ അടയ്ക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാറേ 6500 രൂപ എൻ്റെ ഉണ്ട്, തൽക്കാലം നിങ്ങൾ ചെയ്യും, ബാക്കി 4 മണിക്കകത്ത് ഈ ഗൂഗിൾ പേ ചെയ്ത് തരണം. കന്യാകുളങ്ങര ബാങ്കിൽ ചെന്ന് ഇത് കൊടുത്തിട്ട് അവിടുന്ന് രസീത് എനിക്ക് മേടിച്ചതാ, നമ്മൾ അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ അതും കൊണ്ടുപോയി അവിടെ പോയിട്ട് ഇവിടെ തിരിച്ചു വരുന്നുണ്ട് എൻ്റെ ബാഗെല്ലാം വാരി കളഞ്ഞ് എന്നെയും പിടിച്ച് പുറത്താക്കി. അവർ നേരെ ഇതും പൂട്ടിയിട്ടങ്ങ് പോയി. സജിമോനും ഭാര്യ പ്രഭകുമാരിയും പ്രായമുള്ള അമ്മയുമാണ് കന്യാകുളങ്ങര അർബൻ ബാങ്കിന്റെ കണ്ണിൽ ചോരയില്ലാത്ത നടപടിയിൽ വഴിയാധാരമായത്. 2016-ൽ 1.5 ലക്ഷം രൂപയാണ് ബാങ്കിൽ നിന്ന് കുടുംബം വായ്പ എടുത്തത്. ഇതുവരെ അടച്ചതിന് പുറമെ 2.5 ലക്ഷം രൂപ കൂടി അടയ്ക്കാനുണ്ടെന്നാണ് ബാങ്കിന്റെ വാദം. ലോൺ അടച്ചു വരുന്നതിനിടെ സജിമോൻ അപകടത്തെ തുടർന്ന് കിടപ്പിലായി. ഇതോടെയാണ് തിരിച്ചടവ് മുടങ്ങിയത്. തുടർന്ന് ബാങ്ക് അധികൃതർ വീട്ടിലെത്തി ജപ്തി നടപടിയെടുക്കുകയായിരുന്നു. കിടക്കാൻ വേറെ ഒരിടമില്ല സാർ. എൻ്റെ അമ്മയുടെ ഗുളിക, ഞങ്ങൾ കഴിക്കാനുണ്ടാക്കിയ ആഹാരം എല്ലാം അതിനകത്താണ്. രാവിലെ വേവിച്ച് വെച്ചിട്ട് പോണതല്ലേ. 30-ാം തീയതി വരെ എനിക്ക് സമയം തരാം. അവിടുത്തെ ചെയർമാനും പറഞ്ഞതാണ് സാർ എനിക്ക് സമയം തരാമെന്ന്. എന്നിട്ടാണ് അവര് ഞങ്ങൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് ഇതെല്ലാം ചെയ്തിട്ട് പോയത്. ബാങ്കിന്റെ നടപടിയിൽ പ്രതിഷേധം ശക്തമായതോടെ മന്ത്രി GR അനിൽ അടക്കമുള്ളവർ സ്ഥലത്തെത്തി. നിയമപരമായി കുടുംബത്തിന് സംരക്ഷണം ഉറപ്പാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സഹകരണ ബാങ്ക് ഇത്തരം പ്രവൃത്തി നടത്തേണ്ടവരല്ല. കേരളത്തിലെ ഗവൺമെന്റ് കുടിയിറക്കുന്ന ഇത്തരം നടപടിയെ ഒരു തരത്തിലും അനുകൂലിക്കുന്ന ഗവൺമെന്റ് അല്ല. ഉദ്യോഗസ്ഥലത്തിൽ നടപടി സ്വീകരിക്കാൻ ഞാൻ ARനോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സഹകരണ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ രാവിലെ ബന്ധപ്പെട്ടു. ഇതറിഞ്ഞ ഉടൻ തന്നെ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ സഹകരണ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മറുപടിയും ലഭിച്ചിട്ടുണ്ട്. മന്ത്രി സ്ഥലം സന്ദർശിച്ചു പോയതിനു പിന്നാലെ നാട്ടുകാർ ഇടപെട്ട് ബാങ്ക് ഇട്ട പൂട്ട് തകർത്ത് വീട്ടുകാരെ അകത്ത് കയറ്റി. പാചകം ചെയ്തു വെച്ച ആഹാരവും വസ്ത്രങ്ങളും മരുന്നും ഉൾപ്പെടെ ഒന്നും എടുക്കാൻ ബാങ്ക് അധികൃതർ അനുവദിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.